റിവഞ്ച് ത്രില്ലറുകൾ മലയാളത്തിൽ ഏറെ കുറവാണ്. ഒരുപാട് സംവിധായകർ അത്തരം സബ്ജക്റ്റുകൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിൽ വിജയിച്ചു എന്ന് പറയുന്ന ശ്രമങ്ങളും കുറവാണ്. അതിൽ ഊഴം, ന്യൂഡൽഹി മുഹൂർത്തം 11:30, തീവ്രം, അനശ്വരം 2020, ലേലം, ബിഗ് ബി, ചാണക്യൻ, കൗരവർ, താഴ്വാരം, വേട്ട, ജനകൻ, നായകൻ, പുതിയ നിയമം, ചെസ്, ഒരേ മുഖം തുടങ്ങിയവ ശ്രദ്ധേയമാണ്. ആ ഗണത്തിലേക്കാണ് ഈ വർഷം എത്തിയ ചിത്രമാണ് ദി ഗ്രേറ്റ് ഫാദർ. ഏറെ ഹൈപ്പിന് ശേഷം എത്തിയ സിനിമ ഗംഭീര ഓപ്പണിംഗ് ആണ് തിയേറ്ററുകളിൽ സിനിമയ്ക്ക് കിട്ടിയത്. ഹൈപ്പിനൊപ്പം തന്നെ കാമ്പുള്ള സിനിമയാണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടതോടെ ഡേവിഡ് നൈനാൻ ചരിത്രം എഴുതി. ഏറെ കാലത്തിന് ശേഷം മമ്മൂട്ടിയിലെ ഹീറോയെയും അഭിനേതാവിനെയും ഒരുപോലെ സ്ക്രീനിൽ കാണാനായി എന്നത് ഗ്രേറ്റ് ഫാദറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതിന് പ്രേക്ഷകർ മതിമറന്ന് കൈയടിച്ചപ്പോൾ ബോക്സ് ഓഫീസിൽ പുതിയ വിജയ ചരിത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത്. 70 കോടിയുടെ കളക്ഷൻ തിളക്കത്തിലാണ് ഇപ്പോൾ ഗ്രേറ്റ് ഫാദർ. ഗാങ്സ്റ്ററിലെ പോലെ ഈ സിനിമയിലും അധോലോകമായിരിക്കുമോ ചർച്ച ചെയ്യുക എന്ന് ഭയന്നവരുടെ ആ ഭയപ്പാട് അസ്ഥാനത്താവുകയായിരുന്നു. ഇതിൽ അധോലോകമല്ല, ഒരു അച്ഛന്റെ പ്രതികാരമാണ് കണ്ടത്. ഡേവിഡ് നൈനാനും ഡോക്ടർ മിഷേലും മകൾ സാറയും അടങ്ങുന്ന കുടുംബം. സാറ ലൈംഗിക പീഡനത്തിന് ഇരയായതാണ് ആ കുടുംബത്തെ തകർത്തെറിഞ്ഞത്. ഡേവിഡ് എന്ന പിതാവ് ആ സാഹചര്യത്തെ എങ്ങനെ നേരിടുന്നു എന്നും കുറ്റവാളികളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുമായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം. മമ്മൂട്ടിയുടെ പ്രകടനമായിരുന്നു ദി ഗ്രേറ്റ് ഫാദറിന്റെ ഹൈലൈറ്റ്. ചിത്രത്തിന്റെ ആദ്യ പകുതി ഇമോഷന് പ്രാധാന്യം നൽകിയപ്പോൾ രണ്ടാം പകുതി ചടിലമായിരുന്നു. തകർപ്പൻ ആക്ഷൻ രംഗങ്ങളാണ് രണ്ടാം പകുതിയിൽ ഉൾപ്പെടുത്തിയത്. മമ്മൂട്ടിയുടെ സ്റ്റൈലും ആക്ഷൻ രംഗങ്ങളുമെല്ലാം പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുക്കാൻ സംവിധായകൻ അനീഫ് അദേനിക്ക് കഴിഞ്ഞു. കൂടുതൽ പ്രതീക്ഷ നൽകുന്ന സംവിധായകരുടെ ഇടയിലേക്ക് കടന്നിരിക്കുകയാണ് അനീഫ് അദേനി എന്ന യുവ സംവിധായകൻ.